5 മണി 5:15 കൂടിയിട്ട് ഞങ്ങൾ മുടി വെട്ടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് തൃത്തല്ലൂർക്കാണ് പോണത്. സിനോജന ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ അവിടുന്ന് നേരെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എന്തിങ്ങനെ പോകണം കണ്ടപ്പോൾ എനിക്ക് അന്ന് സിനോജറ്റ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇതുപോലെ ആയിട്ടാണ് പോയിരുന്നത്. ബസ്സിനല്ല ഓട്ടോയ്ക്കും കണ്ടോട്ടൊക്കെ ആയിട്ട് പോയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർമ്മ വന്നിട്ടായിട്ടാണ് ഞങ്ങൾ കൊച്ചപ്പി അവിടെ എത്തിയപ്പോൾ എന്താണെന്ന് അറിയില്ല, കുറച്ച് ദേഷ്യം പിടിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. കാരണം ഇത് ഈ ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓണറാണ്. ഇതിൻ്റെ ഇയാളുടെ മോൻ തന്നെ ഉണ്ട്. പക്ഷേ അയാളുടെ മോൻ്റെ അടുത്താണ് കുട്ടൂസ് കൊച്ചപ്പി എപ്പോഴും ഇരിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം കുട്ടൂസായിട്ട് അവിടെ ഇരുന്നത്. അപ്പോൾ ആ ഒരു വൈക്ലബ്ബിയാണോ എന്താണെന്ന് അറിയില്ല. കുട്ടി അവനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അണ്ണനും തമ്പി അപ്പുറത്ത് ഇപ്പുറത്ത് ഗംഭീര മുടിവെട്ടും കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടെ ഓരോ മിററും കണ്ടിട്ട് അത് നോക്കി ഇത് നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരാളെ നോക്കുമ്പോൾ ഒരാൾ ട്രിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ആൾ കട്ട് ചെയ്യുന്നുണ്ട്. ലൈനൊക്കെ ഇട്ട് വെട്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ആ ചെക്കൻ വെട്ടതാണ് കേട്ടോ. കുറച്ചുകൂടി നല്ല ഇതിൽ വെട്ടണ പോലെ തോന്നിയിട്ടുണ്ട്. ഇത് ആളുടെ ഫ്രണ്ടാന്ന് തോന്നുന്നു. സംസാരിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ജോലി കണ്ട് വരാമെന്ന് പറഞ്ഞാൽ കുറേ നേരം ഞാൻ വഴിയിൽ പോയി നോക്കിയിരുന്നു, കാണുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഇരുന്നത് കൊച്ചാപ്പിയാണെങ്കിലും ഫസ്റ്റ് കഴിഞ്ഞത് റുട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് 5-10 മിനിറ്റ് ആയിട്ടാണ് കൊച്ചാപ്പി ഇരുന്നത്. അത് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് ദേഷ്യം പിടിച്ച കാരണം തലക്കൊണ്ട് ശരിക്കും പിടിക്കാണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുട്ടൂസ് ചിരിച്ച് കുട്ടൂസിന് ഇഷ്ടമാണ് മുടി വെട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെ കരച്ചിലും ബഹളമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ കൊച്ചാപ്പി ഒരു കാലം വരെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. മണത്തിരകൾ ചേട്ടൻ കൊണ്ടുപോകുമ്പോൾ ഒന്നെങ്കിൽ ചേട്ടല്ലെങ്കിൽ ഞാനാട്ടാ പിടിച്ചിരുന്നായിരുന്നേ. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായിട്ട് പല ഗ്യാപ്പൊക്കെ സ്വന്തം കയറിയിരുന്നത്. അവസാന നിമിഷം ലൈനൊക്കെ ഇടാൻ പറഞ്ഞ അവസാന നിമിഷമായപ്പോൾ ആൾക്കൊന്ന് ഇളകി. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ അടുത്ത് വന്നു കേട്ടോ. പക്ഷെ പിന്നെ ആൾ പറഞ്ഞു പോകാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. മോള് നീങ്ങിന്നോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കൊച്ചാപ്പിനെ വീഡിയോ എടുത്തപ്പോൾ കൊച്ചാപ്പി ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. ദേഷ്യം പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ ചുണ്ടുളുമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടൂസാണെങ്കിൽ റോട്ടിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അച്ഛനെ നോക്കിയിട്ട് അച്ഛൻ വരും എന്തെങ്കിലും കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടെ ഇരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടാൾ പുറത്തിരുത്തി. കൊച്ചാപ്പിക്ക് പുറത്തിറങ്ങി അപ്പോൾ ദാഹിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മിഠായി മേടിക്കാൻ ചോദിച്ചു. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബേക്കറി കട ഉണ്ട്. അവിടെ പോയിട്ട് 2 പേർക്ക് 2 മൈൻസൊക്കെ മേടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് 5-10 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. കാരണം സിനോചേട്ടൻ വന്നിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനും ആ ചേട്ടൻ നല്ല കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ അച്ഛൻ്റെ വിളിയൊക്കെ കേട്ടപ്പോഴാന്ന് തോന്നുന്നുണ്ട് അച്ഛൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആ റോഡാണെങ്കിൽ സ്ഥിരം ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഇതിപ്പോൾ പുതിയൊരു പരിപാടി. ഏതൊരു യമണ്ട വണ്ടി വന്നിട്ട് ബ്ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ വന്നിട്ട് ഉമ്മ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ഷവർമ്മ. കുറേ നാളെ ഷവർമ്മ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും സ്നാക്സ് വിചാരിച്ചു. പക്ഷെ ഷവർമ്മയെന്ന് വിചാരിച്ചില്ല. അങ്ങനെ അടിപൊളിയായിട്ട് കുറേ നാൾക്ക് ശേഷം ഷവർമ്മയൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരുന്ന്